നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ലലീഗയിൽ FC ബാഴ്സലോണ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മയോർക്കെതിരെ വിജയിച്ചേറിയത്. പക്ഷേ ബാഴ്സലോണ വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തിയ ഒരു കളിയായിരുന്നു അത്. 40 ഷോട്ടുകളാണ് അവർ ഉതിർത്തത്. ആ കളിയിൽ ബാഴ്സയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിയ ഒരാളുണ്ട്, പെഡ്രിയുടെ കളിയുടെ പരിമിതി എന്താണെന്ന് പറയുക എളുപ്പമല്ല. കാരണം അവൻ വിത്ത് ബോളും വിത്തൗട്ട് ദി ബോളും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏറെ ഗുണകരമാവുന്നുണ്ട് അവൻ്റെ സാന്നിധ്യം. പറയുന്നത് ഹാൻസി ഫ്ലിക്കാണ്. ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് തൻ്റെ താരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഹാൻസി ഫ്ലിക്കിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം നോക്കാം. അദ്ദേഹം പറയുന്നു, പെഡ്രിയുടെ ലിമിറ്റ് എന്താണ് എന്ന് പറയുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കറൻ്റ്ലി അവൻ ഹൈ ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബോളുള്ളപ്പോൾ മാത്രമല്ല, വിതൗട്ട് ദി ബോളും അവൻ അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ ഡിഫെൻസീവ്ലി അടക്കം അവൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഹൗ ഗുഡ് ഹി ഈസ്. ഇതാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറയുന്നത്. ഒരു കാര്യം നോക്കുക, ഗെയിമിലെ ഏറ്റവും മികച്ച പാസർമാരിൽ ഒരാളാണ് അദ്ദേഹം എന്നും മാത്രമല്ല, കളിയുടെ ടെമ്പോ ഏറ്റവും മനോഹരമായിട്ട് നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ലോകത്തെ മികച്ച മധ്യനിര താരമാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ മോസ്റ്റ് റിക്കവറീസ്, ലാലിഗയിൽ ഈ സീസണിൽ ഏറ്റവും അധികം റിക്കവറീസ് നടത്തിയിട്ടുള്ള അദ്ദേഹമാണ്. 227 റിക്കവറീസ് എന്ന് പറയുമ്പോൾ രണ്ടാമതുള്ള താരത്തേക്കാൾ 56 റിക്കവറികൾ അദ്ദേഹം കൂടുതൽ ചെയ്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ് പ്ലെയർ ഓൺ ആൻഡ് ഓഫ് ദി ബോൾ എന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയണം. സംതിങ് സ്പെഷ്യൽ. ഇപ്പോൾ നോക്കുക, ഈ സീസണിലെ ലാലിഗയിലെ മത്സരങ്ങളിൽ കൂടുതൽ റിക്കവറീസ് നടത്തിയതിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഒന്നാമതും രണ്ടാമതും പെഡ്രി തന്നെയാണ്. മയോർക്കെതിരെ 18 റിക്കവറീസാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത്. മുമ്പ് സെൽറ്റാവിഗോക്കെതിരെ 17 റിക്കവറീസാണ്. സോ ശനിയാഴ്ച അദ്ദേഹം ഇട്ട റെക്കോർഡ് ചൊവ്വാഴ്ച തിരുത്തി കുറിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഇന്നലത്തെ കളി നോക്കുക, 125 ടച്ചുകൾ, 114 പാസിൽ 105 എണ്ണവും അദ്ദേഹം കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചു. 46 പാസുകളാണ് ഫൈനൽ തേർഡിൽ കൊടുത്തത്. 18 തവണ അദ്ദേഹം ബോൾ പൊസിഷൻ വിൻ ചെയ്തു. 6 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 4 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. 3 ടേക്ക് ഓൺസിലും 3 അദ്ദേഹം സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. ഒരു ടാക്കിൾ അദ്ദേഹം നടത്തി. ഓഹ്, വാട്ട് എ പ്ലെയർ! പെഡ്രിയെക്കുറിച്ച് കൂടി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. എപ്പോഴും റാഫിഞ്ഞയും ലാമിൻ യമാലും ഒക്കെയല്ലേ ലൈം ലൈറ്റിലുള്ളത്. പക്ഷേ പെഡ്രിയെ കാണാതെ പോകരുത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.